എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടു കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കൂമണ്ണ, മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്ത് കൂമണ്ണ ചെനക്കൽ ജുമായത്ത് പള്ളിയുണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അതിൽ കുറച്ച് സ്ഥലം എത്രയോ കാലമായിട്ട് തരിശായി കിടന്നതിന് ഒരു സ്ഥലം നമ്മൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തിയാണ്ട് ഒരു 50 മൂട് കപ്പ അവിടെ കൃഷിയായിട്ട് ചെയ്തിരുന്നു. അതിന് ഇന്നാളൊരു വീഡിയോ നമ്മൾ വിട്ടിന് ഒരു കമ്പ് പറിക്കുമ്പോൾ അത് 59.5 കിലോ ഒരു കമ്പ് നമ്മൾ പറിക്കാൻ കിട്ടി. ഇന്നിപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള വേറൊരു കമ്പ് പറിച്ചു നോക്കുകയാണ്. ടെസ്റ്റാണ്. അത്ര ഉണ്ടാവും തോന്നുന്നില്ല കമ്പ് കണ്ടിട്ട്. ഏതായാലും നമുക്ക് നോക്കാം. ആമക്കാടൻ കപ്പ വിശേഷം നമ്മളുടെ ചാനലിലേക്ക് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃഷിയുടെ സെറ്റ് കാര്യങ്ങൾ നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 കിലോ അതിന് മുകളിലൊക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് അത്രയും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതോടൊപ്പം തന്നെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൃഷിയുടെ കാര്യങ്ങൾ വളരെ ചെറുതായിട്ട് ഈ പറിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മളോട് അസംകുട്ടിയൊക്കെ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പൊ അസംകുട്ടിയൊക്കെ നമുക്ക് എന്തായാലും പറയുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് ചെയ്യാനായിട്ട് ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറിക്കാം. ആ ചെലവടക്കം ഒരു 100 രൂപ നമുക്കൊരു കടക്ക് ചെലവായിട്ടുണ്ടാവുള്ളൂ. സാധാരണ ഒരു കടയ്ക്ക് 100 രൂപ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വാഴക്കൊക്കെ ചെലവാക്കുന്ന പോലെ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ 50 കിലോ കിട്ടിയാലും മുതലാവോ എന്നൊക്കെ ചോദിക്കും. ഇതിപ്പോ ഏകദേശം എന്തൊക്കെ പണിയാണ് വന്നിട്ടുള്ളത്? പണി ചെറുതായിട്ട് നമ്മൾ ഒരു കൂട് ആദ്യം എടുത്തിട്ട് അതിന് കമ്പ് വെച്ച് ഒരു 22 ദിവസം കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു ഏകദേശം 1 മീറ്റർ 1.5 മീറ്റർ ഒക്കെ സ്ഥലം ഒരു കമ്പനി നമ്മൾ കൊടുക്കും. 1.5 മീറ്റർ സ്ഥലം കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒരു കൂനുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ കമ്പ് സ്ഥാപിക്കാം. ഫസ്റ്റ് ഒരടി പൊന്തിച്ചാണ്ട് ഒരടി പൊന്തിച്ചിട്ട് കമ്പ് കുത്തും. കമ്പ് കുത്തുമ്പോൾ അതിന്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ തളർത്തി നമ്മൾ കൃഷിക്ക് പാകാക്കിയാണ്ട് തളർത്തി ഇട്ടിട്ടുണ്ടാവും. ജൈവവളങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ 22 ദിവസം കഴിഞ്ഞ് തെഴുത്ത് റെഡിയായതിന്റെ ശേഷമാണ് നമ്മളത് വലിയ കൂനാക്കിയാണ്ട് കൂട്ടിക്കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു മാസം കഴിഞ്ഞതിന്റെ ശേഷം അതിന് വീണ്ടും ഒരു വളം കൂടി കൊടുക്കും, ജൈവവളം തന്നെ. അങ്ങനെ 3 പ്രാവശ്യമാക്കിയാണ് ജൈവവളം കൊടുത്തുകൊണ്ടാണ് നമ്മളത് ഈ തറ കൂട്ടിക്കൊണ്ടുവരിക. തറ കൂട്ടിക്കൊണ്ടുവന്നൊക്കെ റെഡിയായതിന്റെ ശേഷം പിന്നെ ഏകദേശം ഒരു 6 മാസം കണ്ടതിന് മുമ്പ് ഇങ്ങനെ ഉറപ്പ് വെക്കുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് വളം 100 ഗ്രാം 6 മാസത്തിന്റെ ശേഷം അതുവരെ ഇംഗ്ലീഷ് വളം കൊടുക്കൂല. അതുവരെ വളരുന്നത് ഈ ജൈവവളത്തുമ്പോഴാണ്. അതിന്റെ ശേഷം പിന്നെ ഒരു 2 മാസം കഴിഞ്ഞതിന്റെ ശേഷം, അപ്പൊ 8 മാസമായിട്ടുണ്ടാവും. 2 മാസം കഴിഞ്ഞതിന്റെ ശേഷം അതേമാതിരി തന്നെ ഒരു 100 ഗ്രാം വീണ്ടും കൊടുക്കും. അങ്ങനെ 2 പ്രാവശ്യം ഇംഗ്ലീഷ് വളം ചെയ്യും. ഇംഗ്ലീഷ് വളം എന്താണ്? നമ്മൾ 3 പ്രാവശ്യം ഫാക്ടംഫോസും പൊട്ടാഷ്യം ആണ് നമ്മൾ കൊടുത്തത്. 2 സമം മിക്സ് ചെയ്തിട്ട് 2 പ്രാവശ്യം ഇംഗ്ലീഷ് വളം കൊടുത്തു. ഒരു 3 പ്രാവശ്യം ജൈവവളം കൊടുത്തു. അതെല്ലാം കൂടി ഇപ്പോൾ 100 രൂപ നമുക്ക് കൂട്ടിയപ്പോ ചെലവ് വരുന്നുള്ളൂ. നമ്മുടെ പണിക്കാശും കൂടി വേറെ വരില്ലേ? എല്ലാതും അടക്കം ഒരു കടക്ക് അത്ര ചെലവ് വരുള്ളൂ. ജൈവവളം കൊടുക്കാന്ന് പറഞ്ഞ് ഒരു 7 കിലോ ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കൊമ്പിന് വന്നിട്ടുണ്ടാവും. ഇതൊന്ന് കണ്ടോക്കി. ഒരെണ്ണം പൊട്ടിയിട്ടില്ല സൗണ്ടിയൊക്കെ. ഒരൊറ്റ കിഴങ്ങി പൊട്ടിയിട്ടുള്ളൂ. ഇത് മൂപ്പ് കൂടുതലാണോ? മൂപ്പ് കൂടുതലൊന്നുമില്ല. 1 വർഷമായിട്ടല്ലേ ഉള്ളൂ. ഈ മാസത്തേക്ക് 1 വർഷം തികയുള്ളൂ. അപ്പൊ കിഴങ്ങിന്റെ ഒരു വലിപ്പം നോക്കി. ആ ഒരു കിഴങ്ങ് ഏകദേശം എത്ര കിലോ ഉണ്ടാവും? ഇത് 7 കിലോ. 7 കിലോ ഉണ്ടാവും കേട്ടോ. കുട്ടിയൊക്കെ കൃഷി കാണുമ്പോൾ മുൻപുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ഇത്രയും വിളവ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒരു സംശയമാണ്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ജൈവവളം കൊടുക്കുന്നതിൽ അസംകുട്ടിയൊക്കെ ഒട്ടും പിന്നിലല്ല അല്ലെ? അസംകുട്ടിയൊക്കെ ജൈവവളം നല്ല കൊടുക്കണോ? ജൈവവളം നല്ലോണം കൊടുക്കണം. ജൈവവളം കണക്കാക്കി ആദ്യം തന്നെ കൊടുത്തോണോ. രാസവളത്തിന് മാത്രം ഒരു ചെടിയും നമുക്ക് ശരിക്ക് വളർത്തി കൊണ്ടുവരാൻ കഴിയില്ല. ഒരു കാര്യം, നമ്മളാണെങ്കിൽ പോലും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന അന്ന് വരെ നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം വേണം. അതേപോലെ തന്നെയാണ് ഏതൊരു ചെടിക്കും എന്ന് പറയുന്നത്. ജൈവവളത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ജൈവവളം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. നമ്മൾ ജൈവവളം നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം മാത്രം ചെറിയ രീതിയിൽ രാസവളം കൊടുത്താൽ മാത്രമേ ആ രാസവളം മാക്സിമം ആ ചെടിക്ക് വലിച്ചെടുത്ത് നല്ല വിളവ് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഫാക്ടംഫോസ് ഉപയോഗിക്കുമ്പോൾ ഫാക്ടംഫോസിന്റെ കൂടെ പൊട്ടാഷ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പൊട്ടാഷ് കൊടുത്താൽ മാത്രമേ നല്ല ഒരു വിളവ് കിട്ടുകയുള്ളൂ. യൂറിയ എന്ന് പറയുന്നത് പലപ്പോഴും കർഷകരുടെ ഇടയിലേക്കായിട്ടാണ് പറയുന്നത്. യൂറിയ എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് സഹായിക്കുകയാണെങ്കിൽ വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൊട്ടാഷ് ഇടാതെ ഒരു കൃഷിക്കും വിളവ് സാധ്യമല്ല. അപ്പൊ എന്തായാലും നമ്മൾ അസംകുട്ടിയുടെ വിളവ് കണ്ടിട്ട് നിങ്ങൾ ആരും എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. നല്ല രീതിയിൽ ജൈവവളം കൊടുക്കുക, അതോടൊപ്പം തന്നെ രാസവളം ചെറിയ രീതിയിൽ കൊടുക്കുക. അത് കൃത്യമായ അനുപാതത്തിലായിരിക്കണം. ഫാക്ടംഫോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായി അതിനൂടെ പൊട്ടാഷ് ചേർക്കണം. അപ്പൊ നല്ല ജൈവവളം കൊടുത്തോണ്ട് തന്നെയാണ് നല്ല വിളവുള്ളത്. ഇതിപ്പോ ഏകദേശം എത്ര കിലോ ഉണ്ടാവും അസംകുട്ടിയൊക്കെ? മെഷീൻ പടണ്ട് നമുക്ക് തൂക്കി നോക്കാം. 40 കിലോന്റെ മതിപ്പ് 40ന്റെ മേലൊക്കെ ഉണ്ട്. 40-43 കിലോ വരുന്നുണ്ട് മെഷീൻ പടണ്ട്. നമുക്ക് വെട്ടിയിട്ട് തൂക്കി നോക്കാം. അപ്പൊ ഇത് ഈ വലിയ കിഴങ്ങാവുമ്പോൾ നമുക്ക് വിപണനത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അത്ര ടേസ്റ്റ് ആയതുകൊണ്ട് വിപണനത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ഈ പള്ളിയിൽ ഇവിടെ പറഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങൾ പറിച്ചാണ്ട് ഇവിടെ പിന്നെ 4 കിലോ 100 അറിഞ്ഞാണ്ട് കീസാക്കിയാണ്ട് ഇവിടെ വെച്ചിട്ട് 15 കേസ് 20 കേസ് വരെ ഓരോ വെള്ളിയാഴ്ച നമ്മൾ പറിച്ചിട്ട് ഇവിടെ കീസാക്കി വെക്കും. അത് ഇവിടെ പള്ളിയിൽ തന്നെ വിറ്റ് പോവാണ്. അപ്പൊ എത്രയും വലിയ കിഴങ്ങിനാണ് ആളുകൾ ഉള്ളത്. കാരണം അത്രയും ടേസ്റ്റ് ആണ് കിഴങ്ങ് വരുന്നത്.
അപ്പൊ ആമക്കാടൻ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്ത പേരുകളാണ്. മലപ്പുറം ജില്ലയിലാണ് ആമക്കാടൻ എന്ന് പറയുന്നത്. പല പല പേരുകളിലാണ് പല ജില്ലകളിലും അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ മൂപ്പ് എന്ന് പറയുന്നത് ഒരു 1.25 വർഷം വരെ നിർത്തിക്കൂടെ സമുദ്രിക? 16 മാസം വരെ നിർത്തിക്കണേ നമ്മള് ഇതിന്റെ മുമ്പ്. 16 മാസം അന്ന് പറിക്കാൻ സാധിക്കാതെ വന്നുകൊണ്ട് ചെലവില്ലാത്തൊരു സമയത്ത് 16 മാസം വരെ നിന്നു. പിന്നെ അതിന് വണ്ടിക്കാരെ കിട്ടി നമുക്ക് പറിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞത് 16 മാസം വരെ നിന്നാൽ ഈ പൂളന്റെ ഉള്ളിൽ വേറൊരു ഐറ്റംസ് പുറംഭാഗം വെന്തുകാണ്ട് ഉള്ളിൽ അലിഞ്ഞു പോണ അങ്ങനത്തെ ഒരു ഐറ്റംസ് കുട്ടിയെന്ന് പറയും ഞങ്ങളിവിടെ. അത് വരാതെ നിൽക്കും 16 മാസം വരെ നമ്മൾ ഇതിന്റെ പഠനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം, പരീക്ഷണത്തിൽ കൂടെ പഠിച്ചാണ് മനസ്സിലാക്കണം. 16 മാസം വരെ നമുക്ക് കൊണ്ടാ. പക്ഷെ കിഴങ്ങ് വലുതാവട്ടോ, 10 കിലോ 12 കിലോ 15 കിലോ വരെ ഒരു കിഴങ്ങ് വരും. ഇതിപ്പോ ഒരു 7 കിലോന്റെ മുകളിലേക്ക് ഈ ഒരു കിഴങ്ങുണ്ട്. അപ്പോ നമ്മൾ കർഷകര് നമുക്കറിയാം ഓരോ സമയത്തും ഇപ്പൊ നേന്ത്രനാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും വളരെ വില കീപ്പോട്ടാണ്. പക്ഷെ നമ്മുടെ ഈ കപ്പയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മരച്ചീനിയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ഇനമാണെങ്കിൽ നമ്മളെ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് വിളവെടുത്താൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന സമയത്ത് തന്നെ വിളവെടുത്തോളം അല്ലെങ്കിൽ 6 മാസം കൊള്ളിയാണെങ്കിൽ നമുക്കറിയാം 6 മാസം കഴിഞ്ഞ് ഒരു 2 മാസം കൂടിയൊക്കെ ആകുമ്പോഴേക്കും അത് മരമാവുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ആമക്കാടന് 16 മാസം വരെ എത്തിയാലും അതിന് ഈ മരമാവുന്ന ഒരു പ്രശ്നം ഇല്ലേ ഇല്ല. അപ്പൊ അതുകൊണ്ട് കർഷകർക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ്. പിന്നെ നമുക്കറിയാം ഇതിന്റെ വലിപ്പം കൂടുന്നത് ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നല്ല ഒരു എന്താ പറയാ നല്ല പൊടി കപ്പയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിച്ചു നോക്കിയാൽ അറിയാം ഈ ഒരു എണ്ണം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ഈ വലിപ്പം കണ്ടിട്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് ചിപ്സിനൊക്കെ ഓർഡർ ഉള്ളവർ അല്ലെങ്കിൽ നമുക്ക് വറക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ളവരാണെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് കൃഷി ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജൈവവളം രാസവളം ഇതെല്ലാതും കൂടിയുള്ള ഒരു സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു രൂപമാണെങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടുകയുള്ളൂ. ഇതിപ്പോ നമ്മള് പെരുവള്ളൂർ സ്കൂളിന്റെ അവിടെ 2 ഏക്കർ ഇത് മാത്രം ഈ ആമക്കാടൻ കപ്പ മാത്രം 2 ഏക്കറിന്റെ ഒരു സൈറ്റ് നമ്മൾ കൃഷി ചെയ്തിരുന്നു. അതൊരു വർഷം കഴിഞ്ഞു. നമ്മൾ വലിയ പ്രയാസത്തിലായിരുന്നു. കാരണം 15 കിലോ 20 കിലോ ഒരു കൊമ്പിന് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും അത് പറിക്കുന്ന സമയത്ത് വലിയ കിഴങ്ങാകുമ്പോൾ ഇതിന് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു 200 കിലോ ഉണ്ട് 2 പാർട്ടിക്കായിട്ട് കച്ചവടക്കാർക്ക്. എന്റെ കടയിൽ ഒരു 50 കിലോ അവിടെയും പോകും. അങ്ങനെ ഒരു 250 കിലോ ഡെയിലി പറിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ കിഴങ്ങ് കണ്ടിട്ട് ഓരോരുത്തർ പറഞ്ഞത് എന്നാ അത് കഴിച്ചിലായി കിട്ടുക, ഇങ്ങനെ പറിച്ചിട്ട് ഇത് എവിടെ ചിലവായത്, ഇത്ര വലിയ കിഴങ്ങല്ല മറ്റാക്ക. അങ്ങനെ എനിക്കൊരു വണ്ടിക്കാരെ കിട്ടിയ പോലെ ഫുള്ള് പറിച്ച് തീർത്ത് വേറെ എല്ലാ സ്ഥലത്തും കൂടെ ഇപ്പൊ ഒരു 3.5 ഏക്കർ ഈ കപ്പ മാത്രം ഒരു വർഷത്തിന്റെ മൂപ്പ് കണക്കാക്കിയാണ്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇവിടെ 50 കൊമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പള്ളിന്റെ ഈ സ്ഥലത്ത്. ഇത് തരിശ് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിലൊക്കെ ഇഷ്ടംമാതിരി സ്ഥലമാണ് തരിശായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഈ ആമക്കാടൻ കമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഈ കാടും പുല്ലൊക്കെ പോയിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം നേടാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് തരിശുങ്ങൾ 25 കൊല്ലമായിട്ട് കൃഷി ചെയ്യാത്ത ഭൂമി തരിശു ഭൂമി കളച്ചുകാണ്ട് ഈ കപ്പയാണെങ്കിൽ കൃഷി ചെയ്ത് വെച്ചാൽ ഒരു കയ്പോ ചവർപ്പോ അതിന് വരില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം ഉണ്ടാകാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. എന്റെ ഓർമ്മ ശരിയാണ് ഒരു 30 വർഷത്തിലടക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത സ്ഥലം, അത്രയും തരിശായി കാട് കെട്ടി കിടന്നതിന്റെ സ്ഥലം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വികാസിന് കളച്ചുകാണ്ട് ഈ കല്ലാണ് ഇവിടെ അധികം കല്ല. ഈ കല്ലും മണ്ണും കൂടെ ഒരു കൂട്ടിയിട്ടാണ് ഈ കൃഷി ഇവിടെ ഇറക്കിയത്. എന്നിട്ട് 100% അല്ല 110% നമ്മൾ ഇതിൽ വിജയിച്ചതാ. ഓക്കെ, ഒരു 43 കിലോ നമ്മളിങ്ങനെ മതിപ്പിൽ നമുക്ക് കിട്ടും. 45ലേക്ക് പോകും തോന്നുന്നുണ്ട്. ഇപ്പോഴും എല്ലാ സാധനങ്ങൾക്കാണെങ്കിലും അത് ഈ പറഞ്ഞ പോലെ പച്ചക്കറികളും ഈ കപ്പയൊക്കെ നമുക്കറിയാം കടയിൽ വേറൊരു വില, ഈ വണ്ടിക്കാരുടെ അടുത്ത് വേറൊരു വില എന്ന് പറയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്ന ഒരു ഇനുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ 1.5 കിലോ സൈസുള്ള എന്തൊരു സാധനമാണ്, പച്ചക്കറി ആണെങ്കിലും ഈ മരച്ചീനി ആണെങ്കിലും ഒക്കെ ചെറിയ സൈസ് ഉള്ളതാണ് ഫസ്റ്റ് വരിക. ഈ ഓവർ സൈസ് ഉള്ളതൊക്കെ സെക്കൻഡ് ഗ്രേഡിൽ വരിക. ഈ വളരെ ചെറുതാണ് തേർഡ് ഗ്രേഡിലുള്ളത് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഈ തേർഡ് ഗ്രേഡിലുള്ള സാധനങ്ങളാണ് മിക്കവാറും വണ്ടിക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ വില കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും കടയിലെ വിലയുമായി താരതമ്യം ചെയ്യരുത്. ഇതിന്റെ ഇപ്പൊ ഇന്നാളത്തെ വണ്ടിക്കാരെന്ന് പറഞ്ഞാൽ ഈ വലിയ കിഴങ്ങ് തെരഞ്ഞിട്ട് മാറ്റിയിട്ട് കിങ് ഫ്രൈക്ക് 1000 കിലോ ഡയലി കൊടുക്കേണ്ടായിരുന്നു. ഓൾക്ക് ഇങ്ങനത്തെ കിഴങ്ങാണ് വേണ്ടതെന്ന് പറഞ്ഞു. സ്പോട്ടിങ്ങിനാണെന്ന് അവൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറയാ അപ്പൊ 2 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 6-7 വണ്ടിക്കാണ് പറിച്ചത്. അത് പറിക്കുമ്പോ ഈ വലുത് മാറ്റിയേക്കും ചെറുത് മാറ്റിയേക്കും. ചെറുത് അവന്റെ ലൈനിൽ പോണ വണ്ടിക്കും ഈ വലിയ കിഴങ്ങ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കിങ് ഫ്രൈൽക്കാണ് കൊടുത്തത്. വലിയ കിഴങ്ങെന്നും പറഞ്ഞിട്ട് ആരും കൃഷി ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. ഇതിനെല്ലാത്തിനും എന്താ പറയാ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല. വലിയ കിഴങ്ങായിക്കോട്ടെ അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. 36,800 നമ്മൾ മതിപ്പിൽ എത്തിയില്ല. 43 കണ്ടത്. ഇപ്പൊ ഈ ആമക്കാടൻ തണ്ട് വേണമെന്നുള്ളത് പല വീഡിയോയിലും കമന്റായി അറിയിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുപോയിക്കോളൂ, എത്ര വേണമെങ്കിലും സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ളവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞോ എല്ലാവർക്കും തണ്ട് ഫ്രീ ആണ്. വന്നോ തണ്ട് കൊണ്ടൊക്കെ കൃഷി ചെയ്തോ. നമുക്ക് കേരളത്തെ നമുക്ക് എന്താ പറയാ തരിശുരഹിത കേരളമാക്കാം. നല്ലൊരു കപ്പ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല വരുമാനം നേടാവുന്നതാണ്. വലിപ്പമൊന്നും കണ്ട് പേടിക്കേണ്ട. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിപ്പം കണ്ട് പേടിക്കാതെ എല്ലാവരും കൃഷി ചെയ്തോ.